ഹായ് എവരിവൺ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്ത് ബയോമോളിക്യൂൾസ് എന്താണെന്ന് പറഞ്ഞില്ലേ? എന്താണ്? ഓൾ കാർബൺ കോമ്പൗണ്ട് പ്രസന്റ് ഇൻ ദ ലിവിംഗ് സിസ്റ്റമാണ് ബയോമോളിക്യൂൾസ്. നമ്മൾ അതിനെ ഗ്രൂപ്പ് ആക്കിയാലോ? കാരണം ഏകദേശം 1000ഓളം ബയോമോളിക്യൂൾസ് നമുക്ക് അതിനെ പഠിക്കാൻ കുറച്ച് ഈസി ആണെന്ന് ഗ്രൂപ്പ് ആക്കി മാറ്റണം. ഞാൻ നിങ്ങളെ ഗ്രൂപ്പ് ആക്കട്ടെ. എങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ആക്കുമ്പോൾ വെയിറ്റ് അനുസരിച്ച് ഗ്രൂപ്പ് ആക്കാൻ പറ്റില്ലേ? ഒരു 50 കിലോഗ്രാം താഴെയുള്ള ആൾക്കാർ, 50 കിലോഗ്രാം മോൾ ആൾക്കാർ ഗ്രൂപ്പ് ആയിക്കൂടെ? അതുപോലെ ഞാൻ ബയോമോളിക്യൂൾസിനെ ഗ്രൂപ്പ് ആക്കാൻ പോലും ശ്രദ്ധിച്ചോ. ഈ ബയോമോളിക്യൂൾസ് നമുക്ക് കിലോഗ്രാം എന്താ പറ്റില്ല, വേ ചെയ്യാൻ പറ്റില്ല. കാരണം അവർ വളരെ ചെറിയ ആൾക്കാരല്ലേ. ഈ ബയോമോളിക്യൂൾസ് അതായത് ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒക്കെ വേ ചെയ്യുന്ന യൂണിറ്റ് വിളിക്കുന്നത് ഡാൾട്ടൺ. ഓക്കെ അല്ലേ? അതായത് 1000 ഡാൾട്ടനേക്കാളും കുറവുള്ള ആൾക്കാർ, അതായത് ബിലോ 1000 ഡാൾട്ടൺ, 1000 ഡാൾട്ടനേക്കാളും കുറവുള്ള ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ബയോ മൈക്രോ മോളിക്യൂൾസ്. ഓക്കെ, ചില കുഞ്ഞാൾക്കാർ ഒക്കെ ആരാണ്? ബയോ മൈക്രോ മോളിക്യൂൾസ്. 1000 ഡാൾട്ടനേക്കാളും കൂടുതൽ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ബയോ മാക്രോ മോളിക്യൂൾസ്. ബയോമൈക്രോ മോളിക്യൂൾസ്. ഓക്കെ, 1000 ഡാൾട്ടനേക്കാളും കൂടുതലല്ല വലിയ ആൾക്കാർ, വലിയ മോളിക്യൂൾസിനെ വിളിക്കുന്ന പേരാണ് ബയോ മാക്രോ മോളിക്യൂൾസ്. കിട്ടിയല്ലോ? അതായത് ലാർജർ മോളിക്യൂൾസ് മാക്രോ മോളിക്യൂളും സ്മോളർ മോളിക്യൂളാണ് മൈക്രോ മോളിക്യൂളും. മാത്രമല്ല ചോദിക്കട്ടെ, ചെറിയ മോളിക്യൂൾ എന്താ ചെയ്യുമ്പോൾ നേരത്തെ ഒരു ആസിഡ് ടെസ്റ്റ് ചെയ്ത് ഓർമ്മ ഉണ്ട്. അതായത് ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഈ ചെറിയ മോളിക്യൂൾ ആ ഒരു കോട്ടൺ കൂടെ താഴത്തേക്ക് ഈസിയായിട്ട് യൂസ് ചെയ്തില്ലേ? അപ്പം ആസിഡ് സൊല്യൂബിൾ മോളിക്യൂളെ വിളിക്കുന്ന പേരാണ് മൈക്രോ മോളിക്യൂൾ. ഓൾ ആസിഡ് സൊല്യൂബിൾ പോൾ മോളിക്യൂൾസ് ആർ ബയോ മൈക്രോ മോളിക്യൂൾ. അങ്ങനെയാണെങ്കിൽ മാക്രോ ആയിരിക്കും ആസിഡ്. യെസ്, ആസിഡ് ഇൻസൊല്യൂബിൾ മോളിക്യൂൾ. കാരണം അവരെന്താണ്? ആസിഡ് സൊല്യൂബിൾ ആയിരിക്കും, വലിയ മോളിക്യൂളാണ്. അപ്പോൾ അവർ താഴത്തേക്ക് ഇറങ്ങി വരില്ല. അതുകൊണ്ടാണ് വെയിറ്റ് കൂടുതലായിരിക്കും, ആസിഡ് ഇൻസൊല്യൂബിൾ മോളിക്യൂൾ. ഓക്കെ, ഇനി ഈ നമ്മൾ പറഞ്ഞാൽ ഈ മൈക്രോ മോളിക്യൂൾ ചെറിയ ആൾക്കാരല്ലേ, വെയിറ്റ് കുറവ് ആൾക്കാരല്ലേ. ഈ വെയിറ്റ് കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യുക? വലിയ മോളിക്യൂൾസ് ഉണ്ടാക്കുക. അവരെ വിളിക്കുന്ന പേരാണ് മോണോമേഴ്സ്. ഓക്കെ, മോണോമേഴ്സ്. ബയോ മാക്രോ മോളിക്യൂൾസ് ആരാണ്? പോളിമേഴ്സ്. അതായത് 1000 ഡാൾട്ടനേക്കാൾ കുറവുള്ള ആസിഡിൽ സൊല്യൂബിൾ ആയിട്ടുള്ള മോണോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് മൈക്രോ മോളിക്യൂൾസ്. 1000 ഡാൾട്ടനേക്കാൾ കൂടുതലുള്ള ആസിഡ് ഇൻസൊല്യൂബിൾ മോളിക്യൂൾ വിളിക്കുന്ന പേരാണ് മാക്രോ മോളിക്യൂൾസ്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ചെറിയ മോളിക്യൂൾസ് അതെന്താണ്? ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഷുഗർ കണ്ടില്ല, അതാണ് ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസ് കൂടിച്ചേർന്നാണ് വലിയ മോളിക്യൂളിലെ ഗ്ലൈക്കോജൻ. ഗ്ലൂക്കോസിനെ വിളിക്കുന്ന പേരാണ് മോണോമർ. ഈ ഗ്ലൂക്കോസ് കൂടിച്ചേർന്നാണ് വലിയ മോളിക്യൂൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്ലൈക്കോജൻ. ഇറ്റ്സ് എ പോളിമർ. അപ്പോൾ എക്സാമ്പിൾ നോക്കിയോ. ഒന്നാമത്തെ എക്സാമ്പിൾ നമുക്ക് കൊടുക്കാൻ പറ്റും മൈക്രോ മോളിക്യൂളിൽ അമിനോ ആസിഡ്. അമിനോ ആസിഡ് കൂടിച്ചേർന്ന വലിയ മോളിക്യൂൾ വിളിക്കുന്ന പേരാണ് പ്രോട്ടീൻ. അത് എക്സാമ്പിൾ ആയതാണ്? ഇറ്റ്സ് എ മാക്രോ മോളിക്യൂൾ. രണ്ടാമത്തെ ആൾ വിളിക്കുന്ന പേരാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് കൂടിച്ചേർന്ന വലിയ മോളിക്യൂൾ വിളിക്കുന്ന പേരാണ് ആര്? പോളിസാക്കറൈഡ്സ്. എക്സാമ്പിൾ എന്ത് കൊടുക്കാൻ പറ്റേക്ക്? ഗ്ലൈക്കോജൻ. ഇനി ന്യൂക്ലിയോടൈഡ്. മൂന്നാമത്തെ എക്സാമ്പിൾ ന്യൂക്ലിയോടൈഡ്. ഇറ്റ്സ് എ മോണോമർ. ഈ ന്യൂക്ലിയോടൈഡ് കൂടിച്ചേർന്ന വലിയ ആൾക്കാരെ വിളിക്കുന്ന പേരാണ് DNA, അല്ലെങ്കിൽ മുപ്പത് അനിയനെ വിളിക്കുന്ന പേരാണ് RNA. ഓക്കെ അല്ലേ? ഇതാണ് എക്സാമ്പിൾ വരിക. അങ്ങനെ ബേസ്ഡ് ഓൺ വെയിറ്റ് അവർ ബയോമോളിക്യൂൾസ് ടു ടൈപ്പ്: ബയോ മൈക്രോ മോളിക്യൂൾ, ബയോ മാക്രോ മോളിക്യൂൾ. 1000 കുറവാണെങ്കിൽ മൈക്രോ മോളിക്യൂൾ, 1000 കൂടുതലാണെങ്കിലോ മാക്രോ മോളിക്യൂൾ. പക്ഷെ ഇതൊക്കെ സംഭവം ശരി തന്നെ. ഞാൻ എന്ത് അറിയാം, ഇനി അടുത്തൊരാളെ പരിചയപ്പെടുത്തരാം. നിങ്ങൾ ഇവരെ ഗ്രൂപ്പ് ചെയ്യണേ. ആളെ പ്രശ്നം അറിയോ? അയാളെ മോളിക്യൂളർ വെയിറ്റ് 1000 ഡാൾട്ടനേക്കാൾ കുറവാണ്. ഓക്കെ, 1000 ഡാൾട്ടനേക്കാൾ കുറവാണ്. ഏകദേശം എത്ര വരും അറിയോ? ഒരു 800 വരും. 800 ഡാൾട്ടനേക്കാൾ അതേ വെയിറ്റ് വരിക. അപ്പോൾ അവർ വിളിക്കുക പേരല്ലേ മൈക്രോ മോളിക്യൂൾസ്. പക്ഷെ ചെങ്ങായി എന്താ അറിയോ? ആസിഡ് മിക്സ് ആവില്ല. ആസിഡ് ഇൻസൊല്യൂബിൾ. ആസിഡ് ഇൻസൊല്യൂബിളാ. അങ്ങനെ ഇയാൾ എന്താ വരിക? മാക്രോ മോളിക്യൂളാ. അങ്ങനെ 1000 ഡാൾട്ടനേക്കാൾ കുറവുള്ള ആസിഡ് മിക്സ് ആവാത്ത ആസിഡ് ഇൻസൊല്യൂബിൾ മോളിക്യൂൾ ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് ലിപ്പിഡ്സ്. അവർ വല്ലാത്ത പ്രശ്നക്കാർക്ക് എന്നറിയോ? ഇവർ വെയിറ്റ് എത്രയാണ്? 1000 കുറവാണ്, മൈക്രോ മോളിക്യൂൾ ആയിരിക്കും. പക്ഷെ എന്താണ്? ആസിഡ് സൊല്യൂബിൾ ആയിരിക്കും. അപ്പോൾ അതാണത് മാക്രോ മോളിക്യൂളാ. അങ്ങനെ മാക്രോയും മൈക്രോ നമുക്ക് ഈസിയായി ഡിസ്റ്റിങ്ഷ് ചെയ്യാത്ത ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ലിപ്പിഡ്സ്. ഒരു എക്സെപ്ഷൻ കേസ്. നിങ്ങളൊക്കെ നല്ല മക്കൾ, ഞാനൊരു നല്ല മോനല്ലെങ്കിലോ ഞാൻ എക്സെപ്ഷൻ അല്ലേ? അതുപോലെ ഇയാൾ എന്താണ്? മൈക്രോയും മാക്രോയും പെടുത്താൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇത് നിൽക്കുകയാണ് എക്സെപ്ഷൻ കേസ്. എന്താ കാരണം അറിയോ? കാരണം ശ്രദ്ധിച്ചോ. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെല്ല് വിചാരിക്കുക. ഇതാണ് സെല്ല്. സെല്ല് ആരുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് ഉണ്ട്, DNA ഒക്കെ ഉണ്ട്. ഓക്കെ, ബാക്കി സെൽ ഓർഗൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ അല്ലേ? ഈ സെൽസിന് സൈറ്റോപ്ലാസം അല്ലേ, എന്താണ് ഈ സൈറ്റോപ്ലാസിനെ കവർ ചെയ്ത പ്ലാസ്മ മെമ്പറില്ലേ? പ്ലാസ്മ മെമ്പറിൽ കാണപ്പെടുന്ന മോളിക്യൂൾസ് ആണ് ലിപ്പിഡ്സ്. നമ്മൾ സെല്ല് മുറിച്ചു. സെല്ല് മുറിക്കിയ സമയത്ത് ഈ പ്ലാസ്മ മെമ്പർ ബ്രേക്ക് ചെയ്യില്ലേ? എന്നാൽ ലിപ്പിഡ്സ് എന്തറിയോ? ഒരു ലിപ്പിഡിന്റെ വെയിറ്റ് എന്താണ്? 1000 ഡാൾട്ടൻ കുറവാണ്. ഈ ലിപ്പിഡ്സ് എന്തെങ്കിലും കൂടി ചേർന്നാൽ ഇതുപോലെ ചെറിയൊരു റിംഗ് എന്താണ് വെസിക്കിൾ ഫോം ചെയ്യും. ഈ വെസിക്കിൾ വിളിക്കുന്ന പേരാണ് മിസൽസ്. ഓക്കെ, ബയോമോളിക്യൂൾസ് എന്ത് ചെയ്യും? കൂടി ചേർന്ന് ചെയ്യും. ഇവരെന്ത് ചെയ്യും? ലിപ്പിഡ്സ് ഇങ്ങനെ കൂടി ചേർന്ന് വെസിക്കിൾസ് ഫോം ചെയ്യും. അങ്ങനെ ഈ വെസിക്കിൾ ഫോം ചെയ്യുന്ന പ്രശ്നം അറിയോ? ഈ വെസിക്കിൾസ് എന്താണ്? വാട്ടറിൽ സൊല്യൂബിൾ ആയിരിക്കില്ല, വാട്ടറിൽ മിക്സ് ആവില്ല, ആസിഡിൽ മിക്സ് ആവില്ല. ഇവർ മോൾ എന്ത് ചെയ്യും? എപ്പോഴും കാണപ്പെടുക, എവിടെ കാണപ്പെടുക? ആസിഡ് ഇൻസൊല്യൂബിൾ പൂളിൽ. അങ്ങനെ ആസിഡ് ഇൻസൊല്യൂബിൾ പൂൾ കാണപ്പെടുന്ന വെസിക്കിൾസിനെ വിളിക്കുന്ന പേരാണ്
ലിപ്പിഡ്സ്. ഓക്കെ അല്ലേ? നമ്മളെ ഫാറ്റ്, ഓയിൽ, നിങ്ങൾ കണ്ടല്ലോ നമ്മളൊരു പാത്രം എന്ത് ചെയ്യുക, വാട്ടർ എടുക്കുക, അതിൽ വെളിച്ചെണ്ണ ചോദിക്കുക, വെളിച്ചെണ്ണ മിക്സ് ആവോ? നിങ്ങൾ എത്ര മിക്സ് ആക്കിയാലും വെളിച്ചെണ്ണ മുകളിൽ കിടക്കും. കാരണം ദേ ആർ വാട്ടർ ഇൻസൊല്യൂബിൾ, വാട്ടറിൽ മിക്സ് ആവില്ല. അവർ ആസിഡ് മിക്സ് ആവില്ല. അവരെന്ത് ചെയ്യും, ഒരു വെസിക്കിൾ പോലെ ചെറിയൊരു ഒരു മിസൽ പറയുക, ഒരു സ്ട്രക്ചർ പോലെ ഫോം ചെയ്യും. അങ്ങനെ ആസിഡ് ഇൻസൊല്യൂബിൾ പൂൾ കാണപ്പെടുന്ന 1000 നടക്കലും കുറവുള്ള ഒരു എക്സെപ്ഷണൽ കേസ് വിളിക്കുന്ന പേരാണ് ലിപ്പിഡ്സ്. ഇത് ഓർത്ത് നോക്കുക, എക്സാം ചോദിക്കാറുണ്ട്. എന്താണ് ലിപ്പിഡ്സ്? മൈക്രോമോളിക്കുലർ അല്ല, മാക്രോമോളിക്കുലർ അല്ല. Their molecular weight is less than 1000 Dalton, but they are seen in acid insoluble because of their vesicle formation property. Exceptional case ആണ്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചോ. അപ്പോൾ ഒരു ഗ്രൂപ്പ് അങ്ങനെ. ഞാൻ വേറെ ക്ലാസ് പറഞ്ഞുതരാം. നമ്മളെ പോലെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ അല്ലേ. ഫോർ എക്സാമ്പിൾ ആണ് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും വാട്ടറും കൂടി ചേർത്ത് ഫോം ചെയ്യുന്നു, കാർബണിക് ആസിഡ് ഫോം ചെയ്യുന്നു. നമ്മുടെ RBC നടക്കുന്ന റിയാക്ഷൻ നമ്മൾ എന്താണ്, റെസ്പിറേഷൻ ഫലമായി നിങ്ങൾ ബ്രീത്തിങ് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോലെ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ബോഡി കാണപ്പെടുന്ന എല്ലാ കെമിക്കൽ റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളിസം. ഓൾ കെമിക്കൽ റിയാക്ഷൻ ടേക്ക് പ്ലേസ് ഇൻ അവർ ബോഡി ഈസ് കോൾഡ് മെറ്റബോളിസം. 2 ടൈപ്പ് ഉണ്ട്. ചെറിയ ചെറിയ മോളിക്യൂൾ കുറിച്ച് വലിയ മോളിക്യൂൾ ആവുന്നു, അതിനെ വിളിക്കുന്ന പേരാണ് ആനബോളിസം. എന്താ വിളിക്കുക? ആനബോളിസം. അതായത് എക്സാമ്പിൾ എന്താ പറയാൻ പറ്റും? ഗ്ലൂക്കോസ് ഇടാ, ഈ ചെറിയ ഗ്ലൂക്കോസ് ഇടാ, ഗ്ലൂക്കോസ് ഇങ്ങനെ കൂടിച്ചേർന്ന് കൂടിക്കൊടുത്ത് വലിയ ഷുഗറായി മാറുന്നത് എന്താണ്? സ്റ്റാർച്ചായി മാറുന്നു. ഇറ്റ്സ് എ ആനബോളിസം. നേരെ മറിച്ച് രണ്ടാമത്തെ എക്സാമ്പിളാണ്, രണ്ടാമത്തെ മെറ്റബോളിസത്തിന്റെ എക്സാമ്പിളാണ് എന്താ പറയുക? ചെറിയ ചെറിയ മോളിക്യൂൾ കുറിച്ച് വലിയ മോളിക്യൂൾ ആനബോളിസം. ഇനി വലിയ മോളിക്യൂൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് സ്റ്റാർച്ച്, ആ സ്റ്റാർച്ച് മുറിഞ്ഞ് ചെറിയ ചെറിയ ഷുഗറായി മാറില്ല, ഗ്ലൂക്കോസായി മാറല്ലോ. അങ്ങനെ വലിയ മോളിക്യൂൾ ചെറിയ മോളിക്യൂൾ ആണെന്ന് വിളിക്കുന്ന പേരാണ് കാറ്റബോളിസം. എക്സാമ്പിൾ നമ്മൾ നേരെ തിരിച്ച് എന്താ എക്സാമ്പിൾ വരിക? സ്റ്റാർച്ച് എന്തായി മാറുന്നു? ഗ്ലൂക്കോസായി മാറുന്നു. ഓക്കെ അല്ലേ? ഇതാണ് ഒരു എക്സാമ്പിൾ ഓഫ് കാറ്റബോളിസം. അങ്ങനെ നമ്മൾ ബോഡി നടക്കുന്ന 2 റിയാക്ഷനാണ് ആനബോളിസവും കാറ്റബോളിസവും. ദേ ആർ കണക്റ്റഡ് കൊള്ളാസ് മെറ്റബോളിസം. നോക്കിയത് നമ്മൾ ഗ്ലൂക്കോസ്, സ്റ്റാർച്ച് ഗ്ലൂക്കോസ്, ഈ മെറ്റബോളിസം നടക്കണമെങ്കിൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ കുറേ റിയാക്ടൻസ് വേണ്ടേ? നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഈ റിയാക്ടൻസിനെ വിളിക്കുന്ന പേരാണ്, നോക്കിക്കോ, നമ്മുടെ ബോഡിയിൽ മെറ്റബോളിസം ഇൻവോൾവ് ചെയ്യുന്ന റിയാക്ടൻസ് അല്ലെങ്കിൽ കെമിക്കൽസിനെ വിളിക്കുന്ന പേരാണ് മെറ്റബോളൈറ്റ്സ്. ഓക്കെ, ഓൾ കെമിക്കൽ സബ്സ്റ്റൻസ് ഇൻവോൾവ് ഇൻ മെറ്റബോളിസം ആർ കോൾഡ് മെറ്റബോളൈറ്റ്സ്. കാരണം എന്താണ്, നമ്മുടെ പോലെ കെമിക്കൽ റിയാക്ഷനുള്ള മെറ്റബോളിസം, ആനബോളിസവും കാറ്റബോളിസവും അത് ഇൻവോൾവ് ചെയ്യുന്ന ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, ഫ്രക്ടോസ്, DNA, RNA ഇവരെല്ലാവരെയും വിളിക്കുന്ന പേരാണ് മെറ്റബോളൈറ്റ്സ്. അവരാരാണ്? ദേ ആർ ബയോമോളിക്യൂൾസ്. മെറ്റബോളിറ്റ്സ് ആരായിരിക്കും? ബയോമോളിക്യൂൾസ്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയോ, ഈ ബയോമോളിക്യൂൾസ് ആയിട്ടുള്ള മെറ്റബോളൈറ്റ്സ് അല്ലേ, മെറ്റബോളൈറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്. നോക്കിയോ, മെറ്റബോളൈറ്റ്സ് എന്നാണ് ശരിക്കും ആരാണ്? മെറ്റബോളൈറ്റ്സ് എന്നാലും ശരിക്കും ബയോമോളിക്യൂൾസ് തന്നെയാണ്. മെറ്റബോളൈറ്റ്സ് നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം, ബയോമോളിക്യൂൾസ്. മെറ്റബോളിക്സ് ആൻഡ് ബയോമോളിക്യൂൾസ് തന്നെയാണ്. അവർ 2 ടൈപ്പ് ഉണ്ട്. നോക്കിയോ, ഒന്നാമത്തെ ടൈപ്പിൽ വിളിക്കുന്നവരാണ്, ഒന്നാമത്തെ ബയോമോളിക്യൂൾ വിളിക്കുന്നതാണ് അല്ലെങ്കിൽ മെറ്റബോളിക്സ് വിളിക്കുന്നതാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഇതെന്നറിയോ, നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫിസിയോളജിക്കൽ പ്രോസസ് ഇല്ലേ. എന്താണ്? റെസ്പിറേഷൻ, ഡൈജഷൻ, എക്സ്ക്രീഷൻ, മൂത്രവിക്കുന്ന എക്സ്ക്രീഷൻ, എന്താണ് റീപ്രൊഡക്ഷൻ, ഒരുപാട് പ്രോസസ് അല്ലേ. ഈ പ്രോസസ് വിളിക്കുന്നതാണ് ഫിസിയോളജിക്കൽ പ്രോസസ്സ്. ഈ ഫിസിയോളജിക്കൽ പ്രോസസ് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ എന്താണ്? പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഫിസിയോളജിക്കൽ പ്രോസസ്സസ്. ഓക്കെ അല്ലേ? അതായത് ഇവരിലാണ് നമുക്ക് എന്താണ് ജീവിക്കാൻ പറ്റുക. നമ്മുടെ സെൽസ് ഉണ്ടാക്കിക്കുന്ന, നമ്മുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന, എല്ലാ റിയാക്ഷൻസും കൺട്രോൾ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് മെറ്റബോളൈറ്റ്സ് വിളിക്കുന്നവരാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഇവരില്ലാതെ നമുക്ക് നേരിട്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ദേ ആർ നെസസറി ഫോർ അവർ ഡെയിലി ലൈഫ്. നമുക്ക് എക്സാമ്പിൾ എടുക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ വിളിക്കുന്ന പേരാണ് അമിനോ ആസിഡ്. അമിനോ ആസിഡാണ്, സെൽസ് ഇല്ല. രണ്ടാമത്തെ എക്സാമ്പിളാണ് പ്രോട്ടീൻ. മൂന്നാമത്തെ എക്സാമ്പിളാണ് ഗ്ലൂക്കോസ്. ഒന്ന് ഗ്ലൂക്കോസ് കുറഞ്ഞൊക്കെ മനസ്സിലാവും, പിന്നെ നിങ്ങൾ ഒരു ആശുപത്രി ഇങ്ങനെ മരുന്ന് കിടക്കുന്നതാണ് ഗ്ലൂക്കോസ് കുറഞ്ഞിട്ട്. ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ ജീവന് വൈറ്റൽ പ്രോസസ്സിന് ഡെയിലി മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആവശ്യമുള്ള ദ ക്രൂഷ്യൽ ബയോമോളിക്യൂൾസ് വിളിക്കുന്ന പേരാണ് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ദേ കൺട്രോൾ ഫിസിയോളജിക്കൽ പ്രോസസ്. എക്സാമ്പിൾ ആരൊക്കെയാണ്? അമിനോ ആസിഡ്, പ്രോട്ടീൻ, ഗ്ലൂക്കോസ്. ഇനിയേ ഈ പ്രൈമറി മെറ്റബോളൈറ്റ്സ് അതായത് ഓരോരോ ജീവികളും വെറുതെ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. ഞാൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ ആൻസർ അറിയാമെന്ന് പറഞ്ഞു തരണേ. ചക്ക എന്തിനാണ് വെളിഞ്ഞുണ്ടാക്കുന്നത്? ചക്കയെ കാണുന്ന ഒരു വൈറ്റ് ഗ്ലൂ ഇല്ലേ, അതെന്തിനാ അറിയോ? അപ്പോൾ റബ്ബറുണ്ട്, റബ്ബർ മരം എടുക്കുക, നാളെ റബ്ബർ മരം. ഈ റബ്ബർ മരം റബ്ബർ പാൽ ഉണ്ടാക്കുന്നത് ഇവർക്ക് ഒത്തിരി ഇങ്ങനെ ആടാൻ വേണ്ടിയിട്ടാ? എടാ നോക്കി, അടുത്ത് നോക്കിയതാ, നമ്മുടെ മഞ്ഞളില്ലേ, മഞ്ഞൾ കാണപ്പെടുന്ന ഒരു കെമിക്കൽ ഉണ്ട്. ആ കെമിക്കൽ വിളിക്കുന്ന പേരാണ് കുർക്കുമിൻ. മഞ്ഞൾ കുർക്കുമിൻ എന്താ പറയുക? കുർക്കുമിൻ ഈസ് എ ഡ്രഗ്, ഒരു ഡ്രഗാ. നിങ്ങൾ എന്താ കടന്നൽ കുത്തിവിടാം, കടന്നു നിങ്ങൾ അമ്മമാരെ ഈ വേഗം പറ്റി മഞ്ഞൾ പൊട്ടിക്ക് നല്ല ഉരയ്ക്കുമെന്ന് സംഭവിക്കുക. ഈ കടന്നൽ കുത്തുമ്പോഴാണ് ആ ടോക്സിനില്ലേ, വിഷമില്ലേ, അത് ആരും ന്യൂട്രലൈസ് ചെയ്യും? കുർക്കുമിൻ ന്യൂട്രലൈസ് ചെയ്യും.
അങ്ങനെ നമ്മൾ ടോക്സിക് ആയിട്ടുള്ള എല്ലാ സാധനത്തിനെയും റിമൂവ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ആര് കുർക്കുമിൻ. ഏതെങ്കിലും മഞ്ഞളെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഈ കടലിൽ ഒത്തുന്നുണ്ടോ? പിന്നെ മഞ്ഞൾ ഉണ്ടാക്കുന്നത് അവർക്ക് അതിന് ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു ഓർഗാനിസത്തിന് ആവശ്യമില്ലാതെ മനുഷ്യന് കുറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള എന്താണ് ബാക്കി എക്കോളജിക്കൽ ആയിട്ട് കുറച്ച് ഹെൽപ്ഫുൾ ഉള്ള രണ്ടാമത്തെ കെമിക്കൽസ് ഉണ്ട്. അതിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഓക്കെ അല്ലേ? കാരണം ഇവർക്ക് എന്താ അറിയോ, ഇവർ കാര്യമായിട്ട് എന്താണ് ആ ഒരു ജീവി വലിയ ഫംഗ്ഷൻ ഉണ്ടാവില്ല. റബ്ബർ മരത്തിന് റബ്ബറിന് ആവശ്യമില്ല, നമുക്ക് ആവശ്യമുണ്ട്. മഞ്ഞൾ ശരിക്കും കുർക്കുമിൻ്റെ ആവശ്യം എന്താ നമുക്ക് അറിയില്ല, ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ ആ ഒരു ഓർഗാനിസത്തിന് ആവശ്യമില്ലെങ്കിലും ബാക്കിയുള്ള എന്താണ് എക്കോളജിക്കൽ ഓക്കെ ചുറ്റുപാടിന് ആവശ്യമുള്ള അതുപോലെ ഹ്യൂമൻസിന് ആവശ്യമുള്ള ഇതുവരെ കണ്ടുപിടിക്കാത്ത ഫംഗ്ഷൻ കണ്ടുപിടിക്കാത്ത ആൾക്കാരൊക്കെയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. റബ്ബർ, ഗമ്മ്, അതുപോലെ ആണ് ഈ കുർക്കുമിനൊക്കെ. അങ്ങനെ നമ്മുടെ ബേസിക്കായിട്ട് എല്ലാ നീഡിനും ആവശ്യമുള്ളത് പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഫംഗ്ഷൻ കണ്ടുപിടിക്കാതെ ഹ്യൂമൻസിനും എക്കോളജിക്കൊക്കെ ഹെൽപ്ഫുൾ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ ആരൊക്കെയായിരുന്നു? ഒന്നാമത്തെ എക്സാമ്പിളാണ് റബ്ബർ, മനുഷ്യന് ആവശ്യമല്ലേ. രണ്ടാമത്തെ വിളിക്കുമ്പോഴാണ് ഗമ്മ്. മൂന്നാമത്തെ എക്സാമ്പിൾ ആണ് കുർക്കുമിൻ. ഇത്തരം ഓരോ ജീവികൾ ഉണ്ടാക്കുന്നതാണ് പ്ലാന്റ്സും ആനിമൽസും ബോത്ത് പ്ലാന്റ്സ് ആനിമൽസ് ഉണ്ടാക്കുന്ന എന്താണ് അഡീഷണൽ മോളിക്യൂൾസ് വിളിക്കുമ്പോഴാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, അത് നോട്ട് ചെയ്തോ. കാരണം എക്സാം സ്ഥിരമായി ചോദിക്കാറുണ്ട് ഈ എക്സാമ്പിൾസ്. ഇതാ ഒന്നാമത്തെ ആൾ വിളിക്കുകയാണ് പിഗ്മെന്റ്സ്. നമുക്കറിയാം ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ഇത് നമുക്ക് ആവശ്യമുണ്ട് ഫോട്ടോസിന്തസിന്. പക്ഷേ കരോട്ടിനോയിഡ്സ്, ആന്തോസയൻസ് ഇവർക്ക് എന്താണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സാ. അവരില്ലെങ്കിൽ എന്ത് ചെയ്യും? ഫംഗ്ഷൻ നടന്നോളൂ, അഡീഷണല. രണ്ടാമത് മോർഫിൻ. മോർഫിൻ എന്ന് പറഞ്ഞ ഡ്രഗാ. ഒപ്പിയം പോപ്പി എന്ന് പറഞ്ഞ ഒരു മരം ഉണ്ടാക്കുന്ന ഡ്രഗാണ് മോർഫിൻ. അതന്നെ ഏതാണ് നമ്മുടെ ബ്രൗൺ ഷുഗർ. എന്തിനാണ് മോർഫിൻ ഉണ്ടാക്കുന്നത്? ഈ ചെറുക്കിൽ ഇങ്ങനെ ആടാനാ, ബോധം കാണാനാ. പക്ഷെ മനുഷ്യന്മാരെ കുറിച്ച് യൂസ്ഫുൾ ഉണ്ട്. എന്താണ് യൂസ്ഫുൾ ആണ്? എന്താണ് എന്തല്ല അബ്യൂസ് അല്ല. ഏതാണ്? ഇറ്റ്സ് എ പെയിൻ കില്ലർ മോർഫിൻ. അതുപോലെ മോണോടെർപ്പിൻസ്, ഡൈടെർപ്പിൻസ്. ടെർപ്പിൻസ് എന്ന കാറ്റഗറിയാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ദെൻ എസൻഷ്യൽ ഓയിൽ. ഇവർക്കാരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. അതായത് ഇവരുടെ ആക്ച്വൽ ഫംഗ്ഷൻ നമുക്ക് അറിയില്ല, പക്ഷെ അവരാണ് ബയോമോളിക്യൂൾസ് ആണ്, ഹ്യൂമൻസിനെ കുറെ ഹെൽപ്ഫുൾ ചെയ്യും. നെക്സ്റ്റ് ആണ് എസൻഷ്യൽ ഓയിൽ, ലെമൺ ഗ്രാസ് ഓയിൽ. ഓർത്ത് വെക്കുക, ഇറ്റ്സ് എ ഓയിൽ, പ്ലാന്റ് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിലാണ്. ദെൻ ടോക്സിൻസ് ആണ് അബ്രിൻറിസിൻ, പിന്നെ കോൺകാവിനേസ്, ലെക്റ്റിൻ. ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്ത് വെച്ചാൽ എടാ ഇനി ഡ്രഗ്സ് നമ്മുടെ പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്ന ഒന്നാമത്തെ ഡ്രഗാണ് കുർക്കുമിൻ, മഞ്ഞൾ കാണപ്പെടുന്നത്. മറ്റാണ് വിൻബ്ലാസ്റ്റിൻ. ഇനി ഞാൻ പറയുന്നതാണ് ഒരു സിംഗിൾ മോളിക്യൂളാണ്, അത് മോണോമറാണ്. ഇവർ കൂടി ചെന്ന ലാർജർ മോളിക്യൂളൊക്കെ പോളിമേഴ്സ്. അതുപോലെ നമ്മൾ നാച്ചുറൽ കിട്ടുന്ന പോളിമേഴ്സിന് ഒന്നാമത്തെ എക്സാമ്പിളാണ് റബ്ബർ. രണ്ടാമത്താണ് ഗംസ്. മൂന്നാമത് പ്ലാന്റ്സ് സെൽവാൾ കാണപ്പെടുന്ന ഒരു പോളിമറാണ് സെല്ലുലോസ്. ആക്ച്വലി ഇവരുടെ ഫംഗ്ഷൻ നമുക്ക് അറിയില്ല, ഇവരെ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ ഹ്യൂമൻസ് ഒരുപാട് ഹെൽപ്ഫുൾ ഉണ്ട്. അങ്ങനെ ഹ്യൂമൻ ഹെൽപ്ഫുൾ ഉള്ള, എക്കോളജിക്കൽ ഹെൽപ്ഫുൾ ഉള്ള, അതുപോലെ തന്നെ ഇതൊരു ഫംഗ്ഷൻ കണ്ടുപിടിക്കാത്ത ബയോമോളിക്യൂൾസ് വിളിക്കുമ്പോഴാണ് എന്ത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ആവശ്യമുള്ള ആൾക്കാർ വിളിക്കുമ്പോൾ എന്തായിരുന്നു പ്രൈമറി മെറ്റബോളൈറ്റ്സ്. ഓക്കെ അല്ലേ? ഈ എക്സാമ്പിൾ ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ എന്താണ് ഈ സെക്ഷൻ പറഞ്ഞ എന്താണ് ബയോമോളിക്യൂൾസ് നമ്മൾ ഗ്രൂപ്പാക്കി മാറ്റില്ലേ, രണ്ട് ഗ്രൂപ്പ്. ഒന്നെന്തായിരുന്നു വെയിറ്റ് അനുസരിച്ചിട്ട് മൈക്രോ മോളിക്യൂൾ ചെറിയ ആൾക്കാരും മാക്രോ മോളിക്യൂൾ വലിയ ആൾക്കാരും. പിന്നെ അവിടെ ഫംഗ്ഷൻ അനുസരിച്ച് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനുള്ള ആൾക്കാർ പ്രൈമറി മെറ്റബോളൈറ്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഇല്ലാത്ത ആൾക്കാരാണ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്. ഇതാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ബൈ.